ലക്ഷ്മിയെ നീ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നപ്പോ ഞാൻ മറ്റൊന്നും കരുതിയില്ല. ആപത്തിലകപ്പെട്ട മകളെ ചെറിയച്ഛൻ രക്ഷപ്പെടുത്തി, അത്ര തന്നെ. പക്ഷേ അതിന്റെ പിന്നിലുള്ള ബാബ കണക്ഷൻ അത് നിനക്ക് എന്നോട് പറയാമായിരുന്നു. പൂർവ്വ കഥകളൊന്നും ഇതുവരെ പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. ലക്ഷ്മിയുമായുള്ള ബന്ധം അതെന്റെ ഒരു സ്വകാര്യ ആനന്ദമായിരുന്നു. Yes, Lawrence here. Baba. Yes, Baba. ശരി, ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാലോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ബാബ. മൂസാക്കയുടെ സംശയം തെറ്റിയില്ല. ബാബ ഇവിടെ എത്തിയിരിക്കുന്നു. എടാ, എന്റെയും നിന്റെയും ബോസാണ് ബാബ. എല്ലാം ബാബ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് നല്ലത്, കുട്ടികൾക്കും. ലോറൻസ്, ഇനി ഇവരിവിടെ സുരക്ഷിതരല്ല. പോരെങ്കിൽ ലക്ഷ്മിയുടെ ഡെലിവറി എടുത്തിരിക്കുന്ന ഈ സമയത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരുടെ മാറ്റണം. എങ്ങോട്ട് മാറ്റും? എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം, വിത്ത് ഡോക്ടർ ആൻഡ് നേഴ്സസ്. ഹരിയേട്ടാ, പേടിക്കണ്ട, വെറുതെ ഒരു സേഫ്റ്റിക്കാ. അവിടെ ആവുമ്പോ മെഡിക്കൽ കെയറും ബെറ്റർ ആയിരിക്കും. പേടിക്കണ്ട. ലോറൻസ്, നീ മാത്രം. You wait here. ബാബ, തനിച്ചു വരാനല്ലേ പറഞ്ഞേ? താൻ എന്തിനാ ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നത്? ബാബ, മൂസാക്ക നമ്മുടെ ഞാൻ ഇതുവരെ ആരെ മനസ്സറിഞ്ഞ് വിശ്വസിച്ചിട്ടില്ല, തന്നെ ഒഴിച്ച്. കാണണമെന്ന് പറഞ്ഞത് ചതിച്ചോ, കൊടുംചതി. ആര്? പേരറിയില്ല, ഊരറിയില്ല. തനിക്കറിയാം? അത് അപ്പൊ തനിക്കും അറിയാൻ പാടില്ല. കൃഷ്ണപുരം കോലത്തെ അമ്മത്തമ്പുരാട്ടിക്ക് ചിറ്റം വെച്ച് തന്നെ നസ്രാണിയാക്കിയത് ആരാടോ? കൃഷ്ണവർമ്മ തമ്പുരാനെ. അതെടാ, ഞാൻ തമ്പുരാനാണ്. എടാ ചിന്ത, ചിണ്ടൻ. ആ ചിണ്ടൻ തന്നെ. ചിണ്ടന്റെ ചോറ് നക്കി തിന്നിട്ടും ഈ കുടിയാനെ തമ്പ്രാൻ ചതിച്ചു. ചതി മാത്രം നമ്മൾ ക്ഷമിക്കത്തില്ലല്ലോ തമ്പ്ര. ഉണ്ടായിരുന്നില്ല, പക്ഷേ മഹേന്ദ്രവർമ്മയുടെ കുലം ഞാൻ നശിപ്പിക്കുന്നതിന് ദൃക്സാക്ഷിയായി കൃഷ്ണവർമ്മ ജീവിച്ചിരിക്കാൻ പാടില്ല. ഈ ഒറ്റക്കയ്യൻ കിളവനെ കൊല്ലാൻ തമ്പുരാൻ അകമ്പടിക്കാർ രണ്ട്. ഒന്ന് ശിങ്കിടി മൂസ, മറ്റൊന്ന് മരുമോൻ. എന്ത് കാര്യം? ബാവ, ചോരക്കളി മതിയാക്കാം. കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറക്കാം, നിങ്ങളും മറക്കണം. ഒരു ക്രിമിനൽ ലൈഫ് തുടങ്ങണമെന്നില്ല എനിക്ക്. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. കഴിയില്ലടാ മക്കളെ. സ്വച്ഛന്ത മൃത്യുവായി ചിണ്ടൻ. ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. 3 നിമിഷം, 3 സെക്കൻഡ്, അതിനുള്ളിൽ ഈ കൃഷ്ണവർമ്മയുടെ ശവം വീഴും.
തമ്പുരാൻ ആ വാൻ സെർച്ച് ചെയ്യണം. നോ, അതിന്റെ അകത്ത് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. കഴിയുമെങ്കിൽ 3 നിമിഷങ്ങൾക്കകം എന്നെ കൊല്ലുക. 1, 2. ഗുഡ് ബൈ. 3. സോറി ലോറൻസ്, ബാബയാണ് എന്റെ ബോസ്. ആർക്കു വേണ്ടിയിട്ടാണെങ്കിലും ബാബയെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. നിനക്ക് ലക്ഷ്മിയെ രക്ഷിക്കണമെന്നുണ്ടോ? ആംബുലൻസിൽ കയറിപ്പോയ തമ്പുരാട്ടി സുരക്ഷിതയാണെന്ന് കരുതി അല്ലടാ മണ്ട. 4 ജീവൻ ഞാൻ തിരിച്ചു തരാം. 1 നിന്റെ, ലക്ഷ്മിയുടെ, ജൂലിയുടെ, നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ. പകരം എനിക്കൊരാളെ വേണം. അത് നീ തരണം. മഹേന്ദ്രവർമ്മേ. അയാള് കോവിലകത്തില്ല. നീ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്? എവിടെയായാലും എനിക്ക് അയാളെ വേണം. വിശ്വസിക്കാനാവുന്നില്ല. അവസാനം വിശ്വസിച്ചത് മൂസാക്കയാണ്. അയാൾ പോലും വരും, ഹരിയേട്ടൻ വരും, വരാതിരിക്കില്ല. ബാബാ, നമ്മൾ അവന് കൊടുത്ത ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഇനി കാത്തു നിൽക്കുന്ന അപകടമാണ്. ക്രിസ്റ്റിക്ക് ഫോൺ ചെയ്താലോ? വേണ്ട, ചതിക്കാൻ കഴിയില്ലടോ ഹരിപ്രസാദിന്. ലക്ഷ്മിക്ക് വേണ്ടി ബാബയുടെ കൂലിത്തല്ലുകാരനായവൻ, ക്രിമിനലാകാൻ മടിക്കാത്തവൻ, ചതിക്ക് ചിണ്ടന്റെ ശിക്ഷ നേരിൽ കണ്ടവൻ. വന്ന തീരൂ, വരും. തമ്പുരാൻ എഴുന്നള്ളത്തായി. മൂസ, നീ പോയി സ്വീകരിക്ക. നമ്മുടെ പ്രോട്ടോകോൾ തെറ്റാതെ സ്വീകരിക്കണം. യെസ് ബാബ. നിന്റെ ജന്മസാഫല്യ നിമിഷം ഇത് കഴിഞ്ഞാൽ നിനക്ക് ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒന്നും.
തമ്പുരാൻ എവിടെ? തമ്പുരാൻ എവിടെയെന്ന് ആനങ്കരുത്. എവിടെ എന്റെ മകൾ? എന്റെ മകളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്? മൂസേ, വാ! മൂസേ! പിഴയ്ക്കാത്ത കണ്ണും പ്രായം തളർത്താത്ത കൈകളും എനിക്ക് ജന്മസിദ്ധമാണോ? ക്ഷത്രിയ രക്തം എത്ര അഭ്യസിച്ചാലും അത് നിനക്കുണ്ടാവില്ല. നിന്റെ രക്തത്തിൽ അതില്ല. നിനക്കുള്ള ശിക്ഷ അത് ഞാൻ പിന്നീട് തീരുമാനിക്കും. എന്റെ മകൾ രക്ഷപ്പെട്ടിവിടെ എത്തിയതിനു ശേഷം. ചിണ്ടന്റെ മുഖത്ത് പുച്ഛം. മരണമൊഴി കോടതി പോലും വിശ്വസിക്കും. എന്റെ കൈകളിൽ കിടന്ന് ശ്വാസത്തിന് പിടയുമ്പോ ഇവൻ പറഞ്ഞു എന്റെ മകളെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി! മോളെ, മോളെ, മോളെ,
വേണ്ടവരെല്ലാം ഇവിടെ തന്നെ ഒത്തുചേർന്നു. തമ്പുരാന് സന്തോഷം, ചിണ്ടനും സന്തോഷം. മഹേന്ദ്രവർമ്മ തമ്പുരാനെ, ചിണ്ട, അനങ്ങരുത്. മോളെ, മാറ്. തമ്പുരാൻ അരുത്! ഇയാൾ നിയമത്തിന് വിട്ടുകൊടുക്കണം. എന്തിന്? മനസ്സ് മരവിച്ച് എനിക്ക് ഈ ലോകത്തിന്റെ നിയമം ബാധകമല്ല. ജനാധിപത്യം അടക്കി വാങ്ങിയ ഒരു അധികാരം ഈ മഹേന്ദ്രവർമ്മ രാജ ബലമായി തിരിച്ചെടുക്കുന്നു. കുലശത്രുവിനെ വധിക്കാനുള്ള രാജാധികാരം. മരണം മറ്റൊരാളിന്റെ കൈയുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്വച്ഛന്ത മൃത്യുവാണ് ഞാൻ. എന്റെ മരണം ഞാൻ തീരുമാനിക്കും. ചിണ്ടനെ കൊല്ലാൻ തമ്പുരാനാവില്ല.